Assalamu alaikum wa rahmatullahi wa barakatuh. First of all, thank you, Ghazali sir. Thank you very much. And thank you, KMCC. PRPയുടെ ഭാഗമായി ഇന്നത്തെ സെഷനിലൂടെ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. നാം എല്ലാവരും തന്നെ പേഴ്സണൽ രംഗത്തും റിലേഷൻഷിപ്പിലും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ രംഗത്തും വളരാനും ഉയരാനും ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. എന്തുകൊണ്ട് പലപ്പോഴും നാം സ്റ്റക്കായി പോകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് നാം ഒരിക്കലും തന്നെ ഒരു ഹാബിറ്റാക്കി മാറ്റുന്നില്ല. പ്രൊഫഷണൽ രംഗത്ത് നമുക്ക് എങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ നാം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വളരുന്നതിന് വേണ്ടി ഉയരുന്നതിന് വേണ്ടി നാം പല പ്രവർത്തികളും നാം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ പലപ്പോഴും നാം അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കാത്തിടത്തോളം കാലം ഒരിക്കലും തന്നെ കൺസിസ്റ്റന്റ് ആയി നമുക്ക് ഒരിക്കലും തന്നെ മുന്നോട്ടേക്ക് പോകുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എ മാൻ ഓൾവേസ് ബി നോട്ട് ബൈ ഹിസ് ഹാബിറ്റ്. ഇന്നത്തെ സെഷനിലൂടെ എനിക്ക് ലഭിച്ചൊരു അറിവായിരുന്നു. ഏതൊരു മനുഷ്യനും അവന്റെ സ്വഭാവത്തിലൂടെയാണ് നാം അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നത്. പ്രവർത്തികൾ ഒരിക്കലും തന്നെ താൽക്കാലികം മാത്രമാണ്. അത് നമ്മുടെ ശീലങ്ങളാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ ചിന്തയെ പ്രവൃത്തിയായും പ്രവൃത്തിയെ ശീലമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഡെസ്റ്റിനെയും മാറ്റിമറിക്കുന്നു എന്നുള്ളത്. പ്രൊഫഷണൽ എക്സലൻസ് തീർച്ചയായിട്ടും നാം നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതുണ്ട്. തീർച്ചയായും അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ ഡ്രീം ബിഗ്. പലപ്പോഴും നാം ചെയ്യാറുള്ളത് നമ്മുടെ സ്വപ്നങ്ങളെ ചെറുതാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. നെവർ സ്റ്റെപ്പ് ഡൗൺ ഇൻ യുവർ ഡ്രീംസ്. ഒരിക്കലും തന്നെ ചെറിയ സ്വപ്നങ്ങളാക്കി മാറ്റാതിരിക്കാം. ചുരുക്കി കാണുക, ചെറിയ രീതിയിൽ എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി വലിയ രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും തന്നെ എങ്ങനെ വളരുവാൻ സാധിക്കുമെന്നാണ് നാം ഓരോരുത്തരും തന്നെ ചിന്തിക്കേണ്ടതും അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടതും. അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മളിൽ നിന്നുള്ള ഒരു ചിന്തയാണ് പണം ഒരു പിശാചാണ്, അതിൽ പണം അത്ര ഒരു നല്ല കാര്യമല്ല. പണത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് ചിന്തകളാണ് നാം ഓരോരുത്തരും തന്നെ വളർത്തിയെടുക്കേണ്ടത്. അതിനെക്കുറിച്ച് പലപ്പോഴും മോശമായ രീതിയിലുള്ള ചിന്തകളാണ് ഒരിക്കലും തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കാത്ത തലത്തിലേക്ക് നമ്മൾ വളരുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ റീപ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾ, നമ്മുടെ ആശയങ്ങൾ, നാം ആരുമായാണ് ഏറ്റവും കൂടുതൽ സഹവർത്തിത്വം വരുത്തുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോരോ വിജയങ്ങൾ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അറിവ് ഇന്ന് ലഭ്യമായത്, ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ഫസ്റ്റ് മൊബൈൽ, യു വിൽ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സെക്കൻഡ് മൊബൈൽ. നമുക്ക് നമ്മുടെ ജോലിയെ കുറിച്ച്, നമ്മുടെ മൊബൈലിനെ കുറിച്ച്, അതിൽ നമ്മളിലേക്ക് എത്തുന്ന ആദ്യത്തെ എന്താണോ അതിനെക്കുറിച്ച് നാം സാറ്റിസ്ഫൈഡ് ഇല്ലാതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും നെക്സ്റ്റ് വണ്ണിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുകയില്ല എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ നമ്മുടെ ജോബിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനെ കുറിച്ചോ നാം പഴി ചാരാതിരിക്കുക. അതല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നാം ഇഷ്ടത്തോടു കൂടി ചെയ്യുക എന്നുള്ളത്. പ്രൊഫഷണൽ എക്സലൻസിന്റെ 3 കാര്യങ്ങളാണ് ഇന്ന് സാർ നമുക്ക് പഠിപ്പിച്ചത്. അതിലൊന്നാമത്തെ റൂൾ നമ്പർ 1, ചെയ്യുന്ന കാര്യങ്ങളെ പോസിറ്റീവായി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നാം പഠിക്കുക, നമ്മുടെ സ്കില്ലിനെ ഓരോരോ ദിവസവും എങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുവാൻ സാധിക്കും, ഏത് തരത്തിലാണ് നാം ഓരോരുത്തരും വളരേണ്ടത്. നമ്മൾ അവസാന ദിവസം വരെ നാം ഓരോരുത്തരും തന്നെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പലപ്പോഴും വിചാരിക്കാറുള്ളത്, ഇത്ര വർഷമായില്ലേ, കഴിഞ്ഞ 30 വർഷമായി ഞാൻ റിയാൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, ഇത് മതിയല്ലോ, ഇനി എന്തിന് എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷേ നാം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്യുവാൻ സാധിക്കുന്നത് നാം വളരുന്നത് കൊണ്ട് മാത്രമാണ്. വിശ്രമിക്കുക എന്നതല്ല, പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസിയാക്കി നാം ഓരോരുത്തരും തന്നെ മാറ്റിയെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നാം ചെലവഴിക്കുന്ന കാര്യങ്ങൾ,
രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു സ്പെൻഡ് ഹാപ്പിലി വിത്ത് സ്പെൻഡ്. നാം ചെലവഴിക്കുന്ന കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി ചെലവഴിക്കുക. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ഏൺ ചെയ്യുവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മൂന്നാമത്തെ കാര്യം സേവിങ്സ് ബിക്കം ഹാബിറ്റ്. തീർച്ചയായിട്ടും നമ്മളെ ശീലങ്ങളാക്കി മാറ്റേണ്ടുന്ന കാര്യങ്ങൾ. അതിൽ രണ്ട് കാര്യങ്ങളാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്ന് നൈസ് ടു ഹാവും, രണ്ടാമത്തത് മസ്റ്റ് ടു ഹാവും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കൃത്യമായി നാം ഓരോരുത്തരും തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. എന്താണ് നൈസ് ടു ഹാവും, എന്താണ് മസ്റ്റും? നിർബന്ധമായി നാം ചെയ്തിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, എന്നാൽ ഉണ്ടായാൽ തരക്കേടില്ല എന്നുള്ള രീതിയിലേക്ക്, അവിടേക്ക് പോകാൻ പറ്റിയാൽ തിരക്കടില്ല, അതല്ലെങ്കിൽ ചെലവഴിച്ചാൽ തിരക്കടില്ല എന്നുള്ള രീതിയിൽ അല്ലെ രണ്ട് കാറ്റഗറികൾ നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യും. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ഓരോരുത്തരും തന്നെ ക്രമപ്പെടുത്തുവാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ്. അതോടൊപ്പം തന്നെ എന്താണ് നാം ഓരോരുത്തരും തന്നെ സ്പെൻഡിങ് സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ സാറ് പഠിപ്പിച്ച എന്താണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്, നമ്മുടെ വരുമാനത്തിന്റെ 30-50% വരെ മസ്റ്റ് ഹാവിന് വേണ്ടി നമുക്ക് ചെലവഴിക്കണം. അതോടൊപ്പം തന്നെ 20% നൈസ് ടു ഹാവ്. അതായത് 30% മസ്റ്റ് ഹാവിന് വേണ്ടി നിങ്ങളുടെ വരുമാനത്തിലെ ബാക്കി ചെലവഴിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 40% വരെ നിങ്ങൾക്ക് നൈസ് ടു ഹാവിന് ആണെങ്കിൽ ചെലവഴിക്കാം. അതോടൊപ്പം തന്നെ നിർബന്ധമായും ഒരു 30% സേവിങ്സ്, അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയോ അതല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെന്റ് ആയോ അതുപോലെയുള്ള കാര്യങ്ങളിൽ നാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അത്തരത്തിലൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എന്താണോ സ്പെൻഡ് ചെയ്തത് അതിൽ നിന്ന് ബാക്കിയായ കാര്യങ്ങളാണ് നാം ഓരോരുത്തരും തന്നെ സേവിങ്സിലേക്ക് എത്തപ്പെടുന്നത്. എന്നാൽ ശരിക്കും സേവിങ്സ് എന്നാൽ ആദ്യം തന്നെ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ സ്പെൻഡിലേക്ക് വരേണ്ടത് എന്നുള്ളത്. അതാണ് സാറേ ഇന്ന് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നത്. എവിടെയാണ് നാം ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. സേവിങ് ട്രീറ്റ് ആസ് എ എക്സ്പെൻസ് എന്ന് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും തന്നെ സേവിങ്സ് നമ്മുടെ ഒരു എക്സ്പെൻസ് പോലെ നാം കരുതി മുന്നോട്ട് പോകുവാൻ നാം ഓരോരുത്തരും തന്നെ തയ്യാറായി കഴിഞ്ഞാണ് തീർച്ചയായിട്ടും തന്നെ നമുക്ക് വളരെ വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത്. താങ്ക് യു വെരി മച്ച്.